ഇന്ന് ഞാനും മോളും കൂടെയാണ് കേട്ടോ ഷോപ്പിലേക്ക് പോന്നിട്ടുള്ളത്. അപ്പോൾ അവളെ കൊണ്ടുപോകുന്നതിന് ഒരു കാരണം കൂടെ ഉണ്ട്. എനിക്ക് ചെറിയ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ. അങ്ങനെയൊന്നുമല്ല കേട്ടോ, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഞാൻ എന്താ പറയുക, വീട്ടിൽ നിന്ന് അങ്ങനെ രാവിലെ ഷോപ്പിലേക്ക് പോകുന്നതാണ്. അപ്പോൾ മോളെയും കൊണ്ട് പോകുന്നതാണ്. നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡ്രോയിങ്ങിൻ്റെ ക്ലാസ്, മ്യൂസിക്കിൻ്റെ ക്ലാസ് അങ്ങനെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏട്ടൻ്റെ മോൻ്റെ പാല് കാച്ചൽ പ്രോഗ്രാമും കൂടെ ഉണ്ട്. അപ്പോൾ അതിനും ഒക്കെ വേണ്ടിയിട്ട് പോകുന്നതാണ്. തേജുട്ടിന് എന്തായാലും പോരുന്നില്ല, പിന്നെ ആളെ കൊണ്ടുവന്നിട്ടും കാര്യമല്ല. കാരണം ഞാനിങ്ങനെ പോകുന്നതുകൊണ്ട് രണ്ടാളെ ഒരുമിച്ച് അങ്ങോട്ട് നിർത്താനായിട്ട് പറ്റൂല കേട്ടോ, അടിയാവും. പിന്നെ ഞാൻ ഷോപ്പിലെത്തി ഞാനെൻ്റെ ക്ലീനിങ് പരിപാടിയിലേക്ക് അങ്ങോട്ട് കിടന്നു. മോള് അവിടെ ഡ്രോയിങ്ങിൻ്റെ കുറച്ച് വർക്കുകളുണ്ട് പെൻഡിങ്ങിൽ, അപ്പോൾ അത് വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിവിടെ എൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഈ മാസം കൂടെ ഉള്ളൂ കേട്ടോ എനിക്ക് ഈ ഒരു വർക്ക്. അത് കഴിഞ്ഞാൽ ആദ്യം വന്ന ആൾ തന്നെ വരും. അപ്പം ഞാൻ മാറണം. കുഴപ്പമില്ല, അവരിപ്പോൾ ഹെൽപ്പ് ചോദിച്ചു, ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി ഇതേപോലെ കിട്ടുകയാണെങ്കിൽ ഞാൻ പോകും കേട്ടോ. കാരണം നമുക്ക് നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതുപോലെ മക്കൾ വരാനാകുമ്പോഴേക്കും എനിക്ക് എത്തും ചെയ്യാം. അതുകൊണ്ട് ഒരു റിസ്ക് ആയിട്ട് എനിക്കിത് തോന്നിയിട്ടില്ല. എനിക്കൊരു ഹെൽപ്പായിട്ടുള്ള ഒരു ജോബ് തന്നെയാണിത്. നമുക്കൊരു ചെറിയ വരുമാനം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അതൊരു ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ആവശ്യങ്ങളാണെങ്കിലും നമുക്ക് നമ്മൾ വേറെ ആരോട് ചോദിക്കണ്ടല്ലോ, നമുക്ക് നമ്മളെ കയ്യിൽ നിന്ന് എടുത്ത് ചിലവാക്കാം. അപ്പോൾ സ്ത്രീകളായ നമുക്ക് ഉള്ളൊരു ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഇല്ല എന്നുള്ളത്. അപ്പോൾ നമുക്കൊക്കെ എന്താണ് വേണ്ടത്, ചെറുതാണെങ്കിലും ചെറിയൊരു വരുമാനം അത് അത്യാവശ്യമാണ്. ഞാൻ എടുക്കണ പണികളൊക്കെ നോക്കി മോളിങ്ങനെ എൻ്റെ കൂടെ നടക്കണം കേട്ടോ. ഇതിനൊക്കെ എത്രയാണ് വില എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ യൂണിക്കോണിൻ്റെ ഷൂ ഒക്കെ കണ്ടപ്പോൾ നല്ലോണം പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അത് നമ്മളെ കൊണ്ട് താങ്ങൂല കുട്ടിയേ, നോക്കാനേ പറ്റുള്ളൂ. 4000-5000 ആ ഒരു ഷൂവിൻ്റെ വില. പോകൊക്കെ പറ്റിയ പാകത്തിലുള്ള ഷൂ ഒക്കെ തന്നെയാണത്. പക്ഷെ നമുക്കൊന്നും അതോട് ഇതാവില്ലല്ലോ. അതുകൊണ്ട് കണ്ടു പറഞ്ഞു. ഇപ്പോൾ കുടിയിരിക്കൽ കഴിയാതെ ഇപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാനൊക്കെ പറ്റുമെന്ന് അറിയില്ല. ഇത് തന്നെ ഇപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ടിട്ട് അങ്ങനെ ഓരോ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല. ഇന്നലെ വീട്ടിലൊക്കെ ആൾക്കാരാണ്, വിരുന്നാരിപ്പോൾ ഇനി കുടിയിരിക്കൽ കഴിയാതെ ഇനി പോകൂലാരും. അപ്പോൾ വീഡിയോ ഒക്കെ കുറേ ആയിട്ടിട്ട് പിന്നെ എന്തായാലും ഇപ്പം ഇനി കുടിയിരിക്കലൊക്കെ കഴിഞ്ഞ് എന്നിട്ടൊക്കെ ആവും വരുന്നുണ്ടാവുക. അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിലിപ്പോൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പാല് കാച്ചലിൻ്റെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും തന്നെ ഫുള്ളായിട്ട് കിട്ടിയിട്ടൊന്നുമില്ല. അങ്ങനെ പിന്നെ എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അപ്പുറത്തുണ്ടല്ലോ വേറെ ഷോപ്പും കൂടെ ഉണ്ട്, ഇവരെ തന്നെ ഡിവൈസ് ഡ്രസ്സിൻ്റെ ഷോപ്പ്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി അവിടുത്തെ ക്ലീനിങ്ങും ആക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ നേരെ വീട്ടിലേക്കത് പോയിട്ടോ. പിന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കാഴ്ചയാണ്, രാവിലത്തെ കാഴ്ചയാണ്. പിറ്റേ ദിവസത്തെ ഗണപതി ഹോമം കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇനി ഈ വീടിൻ്റെ ഫുൾ വീഡിയോ ചെയ്യണം. അപ്പോൾ എന്തായാലും അത് വഴിയെ വരുന്നുണ്ടാവും. പിന്നെ പറഞ്ഞാൽ ഫുള്ളായിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല. പാല് കാച്ചുന്നതൊന്നും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അവിടെ ഓരോ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായി പോയി. അപ്പോൾ പിന്നെ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാനതൊക്കെ എടുക്കണം എന്നുള്ളതിലാണ് പ്ലാൻ ചെയ്താണ് പോകുന്നത്, ഫുൾ ചാർജൊക്കെ ആക്കി. പക്ഷേ എന്ത് ചെയ്യണം, അതിനൊന്നും പറ്റിയില്ല. എന്തായാലും ഗണപതി ഹോമം കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇനി ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ടാണ് കുടിയിരിക്കൽ ഒരു പരിപാടിയായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരാഴ്ച മുൻപ് തന്നെയാണ് പാല് കാച്ചൽ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞാൻ അവിടുത്തെ പരിപാടികളും കാര്യങ്ങളും കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് കുറച്ച് പണികളും കൂടെ ഉണ്ട്, മുറ്റടിക്കണം, അങ്ങനെ കുറേ പണികളും കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പോവാൻ നിന്നപ്പോഴാണ് തൊടിയിലെത്തിയപ്പോഴാണ് കുറേ മയിലുകൾ ഇങ്ങനെ നിൽക്കണ കണ്ടത്. ഞാൻ ഓലൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് നേരെ വീട്ടിലെത്തി വീട്ടിലത്തെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് തന്നെ പോന്ന് ഇവിടെ ഉണ്ട് ചായയും ഇതൊക്കെ ഉള്ളത്. പിന്നെ രാത്രിക്കത്തെ ചോറും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പോൾ ഒരു ദിവസം ഇവിടെ തന്നെ.